എൻ്റെ ഏച്ചിൻ്റെ ഭർത്താവും മോളും വന്നിന്. അവര് വരുമ്പം കൊണ്ടുവന്നതാണ് ഈ മാങ്ങ. മാങ്ങ മുറിച്ചു വെച്ചത്രയാ. ഞാൻ വെച്ച് പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഇതും വിചാരിച്ച് ഓടി വരാ കേട്ടാ. മീൻ കിട്ടിട്ടോട്ടാ. ഞാൻ നമുക്ക് മീൻകാരനാണ് പോയി. ഇന്ന് മീൻ വേണ്ട, ഈ മീനിലാണ് തിന്നാ. വേഗം നോക്കാന്നാലേ മാങ്ങ വേഗം പുഴുങ്ങി. ഞാനിപ്പോ ഇത് മുറിച്ചു വെച്ചത്ര. നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് സമയം കിട്ടണ്ടായിരുന്നു. കടുക്കളിൽ എന്തെല്ലാം പണിയുണ്ട്. ഈ കയ്യും വീശിട്ട് വരണ. മീൻ കിട്ടിയിട്ടെങ്കിൽ എന്താ ഒരു ഉണക്കോ ചെമ്മീനോ അല്ലെങ്കിൽ 2 മുട്ടയെങ്കിലും വാങ്ങിട്ട് വന്നൂടെ. ഞാൻ ഇന്നലെ 5 മുട്ടയുടെ വാങ്ങിക്കൊണ്ടിച്ചിനി. അത് കഴിഞ്ഞുവാ. നിങ്ങളുടെ മുട്ട വാങ്ങിക്കൊണ്ടുവച്ച പിള്ളേർ ഇവിടെ വെച്ചേക്കുവാ. ഞാൻ പിള്ളേർക്ക് ഉച്ചക്ക് ചോറിന് മുട്ട ഓംലേറ്റ് വേണം പറഞ്ഞിട്ട് മുട്ട ഓംലേറ്റ് ആക്കി കൊടുത്തു. അത് സാരമില്ല, പിള്ളേർക്ക് വേണ്ടിട്ടല്ലേ വാങ്ങി നോക്കുന്നത്. നീ മാങ്ങക്ക് വരയിലിട്ട് വെച്ചിനല്ലേ. അമ്മ മുമ്പ് ഇതുപോലത്തെ ഇളമാങ്ങ എത്രയാക്കി തന്നെ. ഇത് ഇളമാങ്ങയല്ല, ഇത് നാട്ടുമാങ്ങയാണ് കേട്ടാ. ഇതിന് കുറച്ച് ഉപ്പും കാന്താരി ഇട്ടിട്ട് നല്ലോടത്ത് പുഴുങ്ങിയാ മതി. എന്നാ കഞ്ഞിക്ക് കുറച്ച് ചമ്മന്തി അരച്ചാ മതി. പപ്പടം ഉണ്ടല്ലോ, അതും കാച്ചിക്കും. ഏതായാലും രാത്രിയല്ലേ, കഞ്ഞിയാക്കി കുടിക്കാം. നല്ലത്. എന്നാ ഇത് വേഗം നോക്കുന്നു. കല്യാണത്തിന് പോയിട്ട് ശ്രീലേഖച്ചിന്റെ മോളെ തലവേദന എടുക്കുന്നുണ്ടാ. അപ്പൊ ഞാൻ മാങ്ങ പോകാൻ പറഞ്ഞതല്ലേ. അപ്പൊ നമ്മൾ ചട്ടിയിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം അല്ലേ. ഈ മാങ്ങക്കെന്താ പേര് പറഞ്ഞ മധുവട്ടെ? കാടൻ മാങ്ങയാ. ഇത് കാസർഗോഡ് അങ്ങോട്ടാണ്. എവിടെ സ്ഥലം എവിടെയാ? ചായോത്ത്. ഇവിടെ ഏച്ചിന്റെ പേര് പ്രമീള. മധുവട്ടൻ. പിന്നെ എന്റെ മൂത്ത ചേച്ചി വീഡിയോയിലുണ്ടായി. നമ്മ 3 പെണ്ണാണ്. നടുക്കത്തെ ഒരു ദിവസം കാണിക്കാട്ടാ. മധുവട്ടനെ എല്ലാം കാണിക്കാം അല്ലേ. മധുവട്ടൻ അവിടെ ബാങ്കിലെ പണി അല്ലേ. ബാങ്കിലല്ല, ബാങ്കിന്റെ ഭാഗമായിട്ടില്ലേ, നീതി സ്റ്റോറിലെ പണി. ചായൂത്ത് അല്ലേ. ഒരു ദിവസം പോകുന്നുണ്ട് അല്ലേ. അപ്പൊ അവര് കൊണ്ടുവന്ന മാങ്ങയാന്ന്. കൊറേ ഉണ്ട് പറയണ്ട, ചിലപ്പോ ആരും കൊണ്ട് ഇങ്ങനെ പോകും. നല്ല നാട്ടുമാങ്ങയാണ് കേട്ടാ. കാടൻ മാങ്ങ അങ്ങനെയെന്നോ പറഞ്ഞത്. ഇത് നാട്ടുമാങ്ങയാണ് സംഭവം. എന്തായാലും നാട്ടുമാങ്ങയാണ്. നമ്മളിങ്ങോട്ട് അധികം ഇളമാങ്ങ പൂങ്ങല്ലോ കേട്ടാ. പുഴുങ്ങല് നമ്മ ഇങ്ങോട്ട് പൂങ്ങല് എന്നാ പറയല്ലേ. പൂങ്ങല്, കണ്ണൂര് പൂങ്ങല്. എന്നാ വേഗം പരിപാടി നോക്ക്. ഇനി ഇത് വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിക്കണം. കാന്താരി കുറച്ച് വെച്ചിനി. ഇതാവൂലേ? അല്ല ചെറുതായി പോയാ കൊടുക്ക. അത് മതിയാക്കാം, മതി. ഫുള്ളായി വയ്ക്കും. മൊത്തം വെച്ചോ. മുങ്ങിക്കിടക്കട്ട് വാങ്ങാം. ഇത്രയും വേണം. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ടേ. കല്യാണത്തിന്റെ കൊറേ ചേച്ചിമാരും പിന്നെ കൊറേ ആള് നമ്മളെ വീഡിയോ കാണലുണ്ട്. എന്നോട് നാരായണനോടും അമ്മയോടും അച്ഛനോടും മക്കളോടും എല്ലാരോടും ചോദിച്ചു. കൊറേ പേര് പറഞ്ഞു. എല്ലാവർക്കും ഒരു ഹായ് അല്ലേ. എല്ലാവർക്കും ഒരു ഹായ്. നമ്മള് ചോദിച്ചല്ലായിരിക്കും. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി കാന്താരി മുളക് അല്ലേ. കാന്താരി എടുക്ക്. അപ്പൊ നമ്മുടെ കാന്താരി നടുക്കൊന്ന് കീറിയിടാം അല്ലേ. അല്ല കീറിയാലിടും, ചൊപ്പരം കിട്ടാൽ മതി. അതെല്ലാം ഇട്ടോ, നല്ല എരിവ് ഉണ്ടാവില്ല. എരിവും ഉപ്പും കൂടി ആവുമ്പം എരിവും ഉപ്പും മധുരവും പുളിയും അല്ലേ, പ്രത്യേക രുചിയായിരിക്കും. അമ്മ മുമ്പ് ആക്കി തരുന്നതിന്റെ രുചി നാവിലുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ഇളമാങ്ങൊന്നും ഇല്ല. ഇളമാങ്ങ ഇങ്ങോട്ട് കുറവാണ് ഇപ്പൊ. ഇളമാങ്ങ ചിലക്കുന്നതിനോട് കപ്പക്ക മാങ്ങ അല്ലേ. കപ്പക്കായി മാങ്ങ പുഴുങ്ങ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് അല്ലേ അത്, പുഴുങ്ങി കഴിക്കാൻ. ഇതിപ്പോ നമ്മ ആദ്യമായിട്ട് ഇങ്ങനത്തെ മാങ്ങ പുഴുങ്ങുന്നേ. ഏതാ നോക്കട്ടെ ഇതിന്റെ ടേസ്റ്റ് എന്തുണ്ട്. നാട്ടുമാങ്ങയോണ്ട് ടേസ്റ്റ് ഉണ്ടാവും. കൈ പൊച്ചെടുക്കുന്നുണ്ട്. രുചിയിലെ മാങ്ങ തിന്നണെങ്കിൽ ടേസ്റ്റ് തിന്നണെങ്കിൽ ചിലപ്പോ പോച്ചെല്ലാം എടുക്കും കൈ. അപ്പൊ നമ്മളെ കാന്താരി ഏകദേശം
അരിഞ്ഞായിട്ടുണ്ട്. മറ്റേലിട്ടിട്ട് കുത്തിയാ മതിയായിരുന്നു. കുത്തി കഴിഞ്ഞാൽ അത് ഇതായി പോവില്ലേ? എങ്ങനെയായാലും മതി. എരിവുണ്ടാവണമെന്നില്ല. ചില ബുദ്ധി ചിലപ്പോ സമയം കഴിഞ്ഞിട്ടേ വരുള്ളൂ അല്ലേ? പിന്നെ ഇതിലിട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഒന്നും ഇടണ്ട. മഞ്ഞപ്പൊടി ഒന്നും വേണ്ട. ഉപ്പ് ഇതേ ഉണ്ട്. മഞ്ഞപ്പൊടി വേണ്ട. മഞ്ഞപ്പൊടി ഇടണ്ട. അമ്മയോട് ചോദിക്കേണ്ടി വരുമോ? അമ്മയോട് വേഗം പോയിട്ട് ചോദിക്കണ? എന്നാ പിന്നെ തറവാട്ട് പോയിട്ട് വരട്ടെ. ഹായ്. നർഷും കൂട്ടി വന്നിട്ടല്ലേ തറവാട്ടിലേക്ക്? അച്ചാച്ചൻ ഓർത്തന്നെ അമ്മാമി അത്തല്ലേ? ആർക്ക് ചെവി വാങ്ങിണ്ടാ? മാങ്ങ പൊഴിയുന്നുണ്ടേ? വേണേ? ആ പഴുത്ത മാങ്ങ പുഴുങ്ങി കാണിച്ചരാ. നോക്കട്ടെ. അച്ഛ ചോറ് കഴിച്ചുവാ? അമ്മ കഴിച്ചുവാ? അമ്മ കൊറച്ച് മാങ്ങ കൊണ്ടുവന്നെ അവര് വരുമ്പം ചായ വെത്തുന്ന്. അപ്പൊ നമ്മ മാങ്ങ പുഴുങ്ങലില്ല മുമ്പല്ല, ഇളമാങ്ങയെല്ലാം. അപ്പൊ അതിന് എന്തെല്ലാം വേണ്ട? ഉപ്പ് ഇടണ്ടോ? അതെ, മഞ്ഞപ്പൊടി ഒന്നും ഇടില്ലല്ല. നമ്മ കാന്താരി ചേർത്തിന് നല്ലല്ലേ? കാന്താരി ചേർക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പുളിയ ഇത് ദിവസം ഒന്ന് കഴിക്കുന്നേ. ഇത് കഴിച്ചിട്ടല്ലേ? എന്നാ ഇത് ഒന്ന് വെച്ചോ. അച്ഛൻ നമ്മ ഗുളിക കൊടുക്കുന്നു. ഞാൻ അങ്ങോട്ട് പോട്ടാ. ഇപ്പൊ താറ്റ കൊടുത്തേ. അച്ഛമ്മയും ചോറെല്ലാം കഴിച്ചു. താറ്റ കൊടുത്ത അച്ഛാ. താറ്റ കൊടുത്തേ. മാങ്ങ വേണ അച്ഛനി? പുഴുങ്ങിയ മാങ്ങ വേണ? പുഴുങ്ങിയ മാങ്ങ വേണ? പുഴുങ്ങിയ മാങ്ങ വേണ തിന്നാൻ? ആ പുഴുങ്ങിയത് ഇപ്പം വേണ്ട അല്ലേ? നമ്മക്ക് വേണ്ട. എന്നാ അവിടെ വെക്ക, രാവിലെ വെക്ക. അങ്ങോട്ടാന്നല്ലേ? അങ്ങനെ നമ്മുടെ മാങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവര് വൈകേന്റെ നക്ഷത്രത്തിന്റെ പണിയാണിത്. വെണ്ണീര് വാലിട്ട് പാത്രത്തിലിട്ട് ചോറും കറിയും വെക്കല. കാണുമ്പോ ഇത് പിള്ളേരുണ്ടാകുമ്പോ അങ്ങനെ കുഞ്ഞാളെ പണിയല്ല. അങ്ങനത്തെ കുറച്ച് പാത്രം ഉണ്ടായില്ല. അമ്മേരെ അടി കിട്ടണ്ടേ? പോയിക്കോ, ദേഷ്യം വന്നിട്ടില്ല നമുക്ക്. എന്തായാലും കുറച്ച് സമയമായേ. നല്ലോണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ മാങ്ങയിൽ നല്ലോണം വെന്തിട്ടുണ്ട്. എടുത്തു നോക്കേ. പിന്നെ വെള്ളം നമുക്ക് ഊറ്റിക്കളേ. ചൂടുണ്ട് അത്ര. അപ്പൊ നമ്മളെ മാങ്ങയിലേക്ക് പറക്കിയിടേ. എടുക്കാൻ കിട്ടുന്നില്ലേ? ചൂടുണ്ടല്ലേ? അച്ഛനും കൊതി വന്നിട്ടുണ്ട്. അച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാ. പുഴുങ്ങിയ മാങ്ങയുടെ പ്രത്യേക സ്മെല്ലില്ലേ അല്ലേ? നല്ല സ്മെല്ലാണ്. അച്ചു എടുക്ക്. ഇഷ്ടപ്പെട്ടെടുത്തോ. ഇഷ്ടപ്പെട്ടെടുത്തോ. അച്ചൂടെ കുത്തിയിരിക്കുന്നുണ്ട്. ഉള്ളുന്നില്ലേ? ഉള്ളതുണ്ടാ? ഏതോ ചേർത്തോ. അപ്പൊ എനക്ക് കൊതി സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് ചൂട് ചൂട്. അച്ചു തരാം. ചൂടുണ്ടേ? അദ്ദേഹം തിന്നിട്ടാ. നല്ല ചൂടാണ്.
ആ പുളിയും മധുരും കാന്താരിയുടെ എരിവും ഉപ്പെല്ലാം ആവുമ്പോണ്ടല്ലോ. ചെറിയ ചൂട്, ഈ ചൂടോടെ ഇങ്ങനെ തിന്നാ ടേസ്റ്റ് കേട്ടാ. ചെറിയ ചൂട് വേണം. നഷിന് കുറച്ച് ചൂട് തന്നിട്ട് കൊടുക്കുക. രസം ഉണ്ടല്ലോ ചൂ. ആ കൈ കൊള്ളുന്നേ കൊതിമൂത്തിട്ടാണ്. അപ്പൊ എന്റെ ഊരി ഞാൻ തിന്നിട്ടുണ്ടേ. കൈ കൊള്ളുന്ന രുചി. കൈ കൊള്ളുന്നു. ഓ കൈ കൊള്ളുപ്പാ. കൈ പുള്ളിയാലും മാങ്ങയല്ലേ. ചൂടോടൊന്ന് പല്ലുപോകുമ്പോ ഒന്ന് ഞാൻ തിന്നിട്ടുണ്ട്. നീ ഇവരെല്ലാം തണിഞ്ഞിട്ട് പോന്നോട്ട്. അച്ഛൻ കൊടുത്തത് ചൂട്. സൂപ്പർ. നച്ചോർത്ത് പൊഞ്ചുന്നുണ്ട്. എരുവില്ലേ? എരു, പുളി, മധുരം. എന്നാ പിന്നെ തിന്നോട്ടാ. മാങ്ങ ഉണ്ടാക്കി ചാടല്ലേ, ഞാനാക്കി തിന്നോട്ടാ. അതാറ്റോടത്തെ കടിച്ചു തിന്നു തോല്ലോ. താറ്റോടത്തെ ഹെൽത്തി ആവല്ലേ. താറ്റോടത്തെ